ഹലോ ഗൈസ്, സൈലന്റ് ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ദുബായ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആഴ്സണൽ ടീം അഗൈൻ പ്രീമിയർ ലീഗിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സോ നമുക്കറിയാം FA കപ്പും പോയി, ലാസ്റ്റ് കളിച്ച കരബാവ് കപ്പും പോയി. അപ്പോൾ അതിനുശേഷം നമുക്കിനി ബാക്കിയുള്ള പ്രീമിയർ ലീഗ് മാത്രമാണ് ഇംഗ്ലണ്ടിൽ. സോ അതിനുവേണ്ടി ഇറങ്ങിയത് ലെസ്റ്റർ സിറ്റിക്ക് എതിരെയാണ്. റൂഡ് വാൻ നിസ്റ്റൽറോയ് കോച്ച് ചെയ്യുന്ന ലെസ്റ്റർ സിറ്റിക്ക് എതിരെ അവരുടെ സ്റ്റേഡിയത്തിൽ, കിങ് പവർ സ്റ്റേഡിയത്തിൽ ഒരു എവേ മാച്ച് ആയിരുന്നു നമുക്ക്. സോ മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ആർസണലിൻ്റെ ഫ്രണ്ട് ത്രീ കോപ്പപ്പ് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് ടീം പ്ലേയേഴ്സ്, ഫസ്റ്റ് ചോയ്സസ് ഫ്രണ്ട് ത്രീയിലുള്ളവരെല്ലാവരും ഇഞ്ചേർഡ് ആണ്. സോ ഹൗ വി ആർ ഗോണ മാനേജ് ദാറ്റ് എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യമായിരുന്നു. നമുക്കറിയാം ഫ്രണ്ട് ത്രീയിൽ വലിയ കാര്യമായിട്ട് മാറ്റങ്ങൾക്കൊന്നും ഇനി ഓപ്ഷൻ ഇല്ല. റൈറ്റ് വിങ്ങിൽ ഈതൻ ന്യോയിനറി, ലെഫ്റ്റിൽ സ്റ്റെർലിംഗ്, സെൻട്രലി കളിക്കാൻ സെൻട്രൽ ഫോർവേഡിൻ്റെ റോള് കളിക്കാൻ ലിയോനാർഡോ ട്രൊസാർഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സോ അതുപോലെ തന്നെയാണ് ലൈനപ്പ് വന്നത്. എനിവേ 2-0 ഒരു തകർപ്പൻ വിക്ടറിയാണ് നമുക്ക് കിങ് പവർ സ്റ്റേഡിയത്തിൽ നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ആൻഡ് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറയാനുണ്ട് ഈ മത്സരത്തിൽ. അതേപോലെ കുറച്ച് കൺസേണിങ് ഫാക്ടേഴ്സും ഉണ്ട് പറയാനായിട്ട്. സോ നമ്മൾ നടത്തിയ ലൈനപ്പ് പറഞ്ഞ പോലെ 4-3-3 ഫോർമേഷനിലാണ് ആർസണൽ ഇറങ്ങിയത്. 4-2-3-1 ഫോർമേഷനിലാണ് ലെസ്റ്റർ സിറ്റി ഇറങ്ങിയിരുന്നത്. സോ ഇനി മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഡോമിനേറ്റിംഗ് വിൻ തന്നെയായിരുന്നു എന്ന് പറയാം ആർസണലിന്. ഇപ്പോൾ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ പൊസിഷൻ ആയാലും, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആണെങ്കിലും, ഇൻസൈഡ് ദ ബോക്സ് ഷോട്ട് ആണെങ്കിലും, ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട്സ് ആണെങ്കിലും നമുക്ക് തന്നെയായിരുന്നു കൂടുതൽ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ലെസ്റ്റർ സിറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓൺ ദ ട്രാൻസിഷൻ ഫേസിൽ ബിറ്റ്വീൻ ദ ലൈൻസ് പാസേജ് ലെസ്റ്റർ സിറ്റി പ്ലേയേഴ്സ് കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഡേഞ്ചർ സിറ്റുവേഷനിൽ ബോക്സിലേക്ക് കയറി ചെല്ലാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ ആർസണൽ ബോക്സിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് ഷോട്ടുകളൊക്കെ അവർ എടുക്കുകയും ചെയ്തു. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഒന്നും നമുക്ക് ഹാനികരമായിട്ട് സംഭവിച്ചില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡേവിഡ് റോയൊക്കെ സേവ് ചെയ്ത് വിട്ടു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു മേജർ ഫാക്ടറായിട്ട് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന മൊമെൻറ്റിലൊക്കെ നല്ലൊരു ചാൻസ് അവർക്ക് കിട്ടിയതാണ്. പക്ഷേ അവർക്കത് മുതലാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് ഹാഫിൽ ജെയിംസ് ജസ്റ്റിൻ എന്ന് പറയുന്ന പ്ലെയർ ഇഞ്ചേർഡായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് പുറത്തു പോകേണ്ടിയും വന്നു. പക്ഷെ നമുക്ക് ഒരു മേജർ ഇമ്പാക്റ്റ് ഉണ്ടായത് സെക്കൻഡ് ഹാഫിലാണെന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ മത്സരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിങ്സിലൂടെ മാത്രമല്ല ത്രൂ ദ സെൻട്രൽ ഓൾസോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ലോഫ്റ്റഡ് ബോൾസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. മാർട്ടിൻ ഒഡഗാർഡ് ട്രൊസാർഡിലേക്ക് കണക്ട് ചെയ്യുന്ന 2 സന്ദർഭങ്ങൾ വന്നിരുന്നു. ബാക്ക് ലൈനിൻ്റെ മോളിൽ കൂടെ ലോഫ്റ്റഡ് ബോൾസ് കൊടുത്ത് കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടും അൺഫോർച്ചുനേറ്റ്ലി ഒരെണ്ണം ഓഫ് സൈഡ് ആയിരുന്നു, മറ്റൊന്ന് വർക്കൗട്ട് ആയില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ഓർമ്മ. എനിവേ 2 വിങ്സിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതിനകത്ത് ലെഫ്റ്റ് വിങ് നമുക്കിനി കുറച്ച് കാലത്തേക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ്. സ്റ്റെർലിംഗ് അഗെയിൻ ഒരു ഡിസാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയാണ് സ്റ്റെർലിങ്ങിൻ്റെ ഭാഗത്തു നിന്ന്. അതിപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്കൊരു സർപ്രൈസിങ്ങോ അല്ലെങ്കിൽ അത്ഭുതം തോന്നിക്കുന്നോ അല്ലെങ്കിൽ ഷോക്കാവുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ സ്റ്റെർലിങ്ങിനി നമുക്കിനിപ്പോൾ കുറച്ച് കാലത്തേക്ക് എന്തായാലും 1 മാസത്തേക്ക് മിനിമം നമ്മൾ അത് തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. കാരണം മാർട്ടിനെല്ലി ആണെങ്കിലും സാക്കി ആണെങ്കിലും വരാനായിട്ട് ഇനി ഏറെക്കുറെ 1 മാസത്തോളം എടുക്കും. സോ മോസ്റ്റ് പ്രോബബ്ലി ആ ലെഫ്റ്റ് വിങ്ങിൽ ഇനി വലിയ കാര്യമായിട്ട് പ്രതീക്ഷയൊന്നും നമ്മൾ വെക്കേണ്ട. ഇങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ട്രൊസാർഡിനെ പിടിച്ചിടണം. സോ സ്റ്റെർലിങ്ങിൻ്റെ കാര്യം ഇനി വേറൊന്നും പറയുന്നില്ല. ആൻഡ് പിന്നെ പറയാനുള്ള പോസിറ്റീവ് സൈഡിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ് അങ്ങനെ പടം പിടിച്ച് കിടക്കുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ നമ്മൾ പൊളിയാണ്. ഈതൻ ന്യോയിനറി 17 വയസ്സുള്ള ഈതൻ ന്യോയിനറി 18 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ പ്ലെയർക്ക്. ആ പ്ലെയർ നമ്മളെ എല്ലാ കളി കഴിയുന്നതോറും നമ്മളെ ഇമ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് വിങ്ങിൽ സാക്ക പോയതിനു ശേഷം ഈതൻ ന്യോയിനറി വളരെ പ്രോമിസിംഗ് ആയുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മത്സരം നോക്കുകയാണെങ്കിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് ഡ്രിബിൾസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ ഷോട്ടുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഷോട്ട് ക്രോസ് ബാർ തട്ടിപ്പോയിരുന്നു. അതിനുശേഷം അതേപോലെ തന്നെ ഒരു ഷോട്ട് ജസ്റ്റ് ക്രോസ് ബാറിന് മുകളിൽ ചിപ്പ് ചെയ്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യമേ തന്നെ. സോ ഈതൻ ന്യോയിനറി ഒരു പ്രോമിസിങ് ടാലൻറ്റ് തന്നെയാണ്. നമുക്ക് ആ ഒരു റൈറ്റ് വിങ്ങിൽ ഇപ്പോൾ സാക്ക പോയതിനു ശേഷം ആ ഒരു എന്താ പറയുക, നമുക്ക് വിശ്വസിച്ച് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ്. ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലായിരുന്നു നമ്മൾ പറഞ്ഞു സ്റ്റെർലിങ്ങിൻ്റെ കാര്യം. അതിന് നേരെ ഓപ്പോസിറ്റാണ് റൈറ്റ് വിങ്ങിലെ കാര്യം. റൈറ്റ് വിങ്ങിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി എടുത്തു പറയേണ്ട സ്റ്റാർ പ്ലെയറാണ് ഈ ഒരു മത്സരത്തിലെ മിക്കേൽ മെറീനോ. നമ്മളെല്ലാവരും കാത്തിരുന്നാണ് ആരായിരിക്കും ആ ഒരു പൊസിഷനിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അക്കാഡമി പ്രൊഡക്റ്റായ നേതൻ ഓൾറെഡി ബെഞ്ചിലുണ്ടായിരുന്നു, ഫോർവേഡാണ്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പ്ലെയർ ആയിരിക്കും. ട്രൊസാർഡ് കുറച്ച് നേരം കഴിയുമ്പോൾ ട്രൊസാർഡിനെ മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അങ്ങനെ നേതൻ കയറി വരുമെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിരുന്നു. പക്ഷേ അവിടേക്ക് മിക്കേൽ മെറീനോൻ്റെ വരുമെന്ന് ഇറ്റ് വാസ് പെർഫെക്റ്റ്. നമുക്ക് ആ സ്ട്രൈക്കർ ഇല്ല എന്നുള്ള ഒരു വിഷമം ഈ ഒരു മത്സരത്തിൽ, ഫസ്റ്റ് മത്സരത്തിൽ തന്നെ നമ്മൾ സ്ട്രൈക്കർ ഇല്ലാതായി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് മത്സരത്തിൽ തന്നെ മിക്കേൽ മെറീനെ മാറ്റി എന്നുള്ളതാണ്. 2 ഗോൾ നേടിയത് മിക്കേൽ മെറീനെ തന്നെയാണ്. 70ാമത്തെ മിനിറ്റിലാണ് മിക്കേൽ മെറീനെ വരുന്നത്. സ്റ്റെർലിങ്ങിനെ പിൻവലിച്ചിട്ടാണ് മിക്കേൽ മെറീനെ വരുന്നത്. സോ മിക്കേൽ മെറീനെ വന്നതോടെ ട്രൊസാർഡ് ലെഫ്റ്റ് വിങ്ങിലേക്ക് മാറി എന്നുള്ളതാണ്. സോ അതിനുശേഷം 80 മിനിറ്റ് വരെ ഗോൾലെസ് ആയിട്ട് പോയ മത്സരമാണ്. 81ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത്. റൈറ്റ് വിങ്ങിൽ ഈതൻ ന്യോയിനറി വെച്ച് കൊടുക്കുന്ന ലോഫ്റ്റഡ് ക്രോസിലേക്ക് നല്ല കറക്റ്റായിട്ട് ജമ്പ് ചെയ്ത് ഹെഡ് ചെയ്യുന്ന മിക്കേൽ മെറീനോയാണ്. സോ ലെസ്റ്റർ സിറ്റി ഡിഫൻഡർ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ആ ഡിഫൻഡറിന് ആ ഒരു ജമ്പ് എന്താ പറയുക, കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് ജമ്പ് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സോ മിക്കേൽ മെറീനോ ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ് ദർ. സോ അതിനുശേഷം 87ാമത്തെ മിനിറ്റിലാണ് 2ാമത്തെ ഗോൾ മിക്കേൽ മെറീനോ നേടുന്നത്.
ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ട്രൊസാഡ് വെച്ച് കൊടുക്കുന്ന ക്രോസാണ്. സോ അതിലേക്ക് കറക്റ്റായിട്ട് ഫസ്റ്റ് ടൈം ടച്ച് വെച്ച് കൊടുക്കുകയായിരുന്നു മിക്കൽ മെറീനോ. അങ്ങനെ 87ാമത്തെ മിനിറ്റ് ആയപ്പോൾ 2-0 എന്നുള്ള അവസ്ഥയായി കിങ് പവർ സ്റ്റേഡിയത്തിൽ. സോ ഈ മത്സരത്തിൽ ഈ 2 ഗോളുകൾക്കും ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളിൽ ടച്ച് ഉണ്ട് എന്നുള്ളത് ആർസണൽ ഫാൻ എന്നെ വളരെയധികം സന്തോഷപ്പെടുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും നമ്മൾ കംപ്ലയിൻറ്റ് പറയുന്ന കാര്യമാണ് ആർസണലിന് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ അത്ര അങ്ങോട്ട് വഴങ്ങുന്നില്ല എന്നുള്ള കാര്യം. സോ ഈ ഒരു മത്സരത്തിൽ 2 ഗോളുകളും ആർസണലിൻ്റെ ബോക്സിനടുത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡഗാർഡ് വഴിയാണ് 2 മൂവ്മെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നതിന് എനിക്കൊരു ആർസണൽ ഫാനായി എനിക്ക് അത്യാവശ്യം സന്തോഷമുണ്ട് എന്നുള്ള കാര്യമാണ്. സോ അങ്ങനെ 87ാമത്തെ മിനിറ്റോട് തന്നെ മത്സരം ആർസണൽ സീൽ ചെയ്തു എന്നുള്ളതാണ്. മത്സരം ഈ ഒരു വിജയം എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ലൈനിൽ വന്നതിന് ശേഷം നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കുന്ന ആൾ വഴി തന്നെ നമ്മൾ ആ വിജയം കണ്ടെത്തി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക സന്തോഷം നൽകുന്നതും കുറച്ചും കൂടി എൻഷുർ ചെയ്യുന്നതാണ് ഇനിയുള്ള ലോങ് റണ്ണിലേക്ക് ഈ ഒരു പ്ലാൻ വർക്കൗട്ട് ആകും എന്നുള്ളൊരു പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന ഒരു റിസൾട്ട് തന്നെയാണിത്. സോ മത്സരം നമുക്ക് ടോട്ടലി ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അത്ര അങ്ങോട്ട് ബെസ്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയില്ല. നമുക്ക് ഒരു ഡോമിനേഷൻ ഉണ്ടായിരുന്നില്ല സിറ്റിക്ക് മേലെ, അത് ഞാൻ സമ്മതിക്കുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് അത്യാവശ്യം സ്ക്രാപ്പി ആയിരുന്നു. നമ്മൾ സാധാരണ ഈ ദുബായിലെ വാം വെതർ കണ്ടീഷൻസിൽ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ ആർസണൽ ടീമിൻ്റെ ഭാഗത്ത് അത്യാവശ്യം കുറച്ചുകൂടി ഷാർപ്പായുള്ള പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അത്ര ഷാർപ്പായിരുന്നില്ല, കുറച്ചുകൂടി ഒരു റെയിനി ഡേ ആയിരുന്നു അറ്റ് കിങ് പവർ സ്റ്റേഡിയം. സോ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷേ ഫൈനൽ 3ലേക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഫൈനൽ 3ലേക്ക് ഒരുപാട് മിസ് പാസസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. സോ അറ്റാക്കിംഗ് വൈസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ആൻഡ് അറ്റ് ദി എൻഡ് മിക്കൽ മെറീനയാണ് നമുക്ക് ആ ഒരു വിന്നിങ് ഡബിൾ പഞ്ച് തന്നത് എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ അടുത്ത മത്സരം ആർസണലിൻ്റെ വരുന്നത് വെസ്റ്റ് ഹാമിനെതിരെയാണ്. സോ പ്രീമിയർ ലീഗിൽ നമുക്കിനി ഒരുപാട് ദൂരം പോകാനുണ്ട്. എന്തായാലും ഒരു മാസത്തേക്ക് ഏറെക്കുറെ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെയായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ പോവുക എന്നുള്ളതാണ്. സോ ബുക്കായോ സാക്കോ മാർട്ടിനെയും തിരിച്ചു വരുന്നവരെ ഈ ഒരു സിസ്റ്റം തന്നെയായിരിക്കും മിക്കൽ ആർട്ടറ്റയ്ക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. സോ അതിനൊരു നല്ലൊരു തുടക്കം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം 2-0 ഒരു വിജയം നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ആൻഡ് സോ ലെറ്റ്സ് സീ പ്രീമിയർ ലീഗിൽ നമ്മുടെ ബാക്കിയുള്ള മത്സരങ്ങൾ ഇനി എങ്ങനെയാണ് പോകുന്നത് നമുക്ക് കണ്ടറിയാം. പ്രീമിയർ ലീഗിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മത്സരം നടന്നത് സിറ്റി വേഴ്സസ് ന്യൂകാസിൽ മത്സരമായിരുന്നു. അവിടെ 4-0 ഒരു തകർപ്പൻ വിക്ടറിയാണ് പെപ് ഗാർഡിയോളയ്ക്കും ടീമിനും കിട്ടിയത്. അവിടെ എടുത്തു പറയേണ്ടത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒമർ മർമൂഷ് നേടിയ ഹാട്രിക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. സോ മറ്റൊരു ഗോൾ നേടിയത് മെക്കാറ്റി എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനായി വന്ന മെക്കാറ്റിയാണ് മറ്റൊരു ഗോൾ നേടിയത്. സോ അങ്ങനെ ഒരു തകർപ്പൻ വിക്ടറി അവിടെ പെപ് ഗാർഡിയോളയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന ലാ ലീഗിലേക്ക്, സ്പാനിഷ് ലീഗിലേക്കാണ് പോകുന്നത്. അവിടെ പ്ലെയർ പെർഫോമൻസസ് അല്ലെങ്കിൽ ടീം പെർഫോമൻസസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് റെഫറീസിൻ്റെ പെർഫോമൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് റയൽ മാഡ്രിഡിൻ്റെ ഒസസുനയായിട്ടുള്ള അവേ മാച്ചിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1-1 ഡ്രോയിലാണ് മത്സരം അവസാനിച്ചത്. സോ മത്സരത്തിൽ ആദ്യം തന്നെ ഗോൾ നേടിയത് കിലിയൻ എംബാപ്പയാണ് 15ാമത്തെ മിനിറ്റിൽ. ഈ സീസണിലെ 17ാമത്തെ ഗോളാണ് ലാ ലീഗയിൽ അദ്ദേഹത്തിൻ്റെ. ഒരു ഇൻഫോം പ്ലെയറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ 58ാമത്തെ മിനിറ്റിൽ ബുനിമർ എന്ന് പറഞ്ഞ പ്ലെയർ പെനാൽറ്റിയിൽ നിന്നാണ് ഓസസുനയുടെ ഈക്വലൈസിംഗ് ഗോൾ കണ്ടെത്തിയത്. പക്ഷേ അവിടെ അതിനിടയിൽ 39ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമിന് ഈ സീസണിൽ ആദ്യത്തെ റെഡ് കാർഡ് കിട്ടി എന്നുള്ളതാണ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. സോ അതിൻ്റെ റെഫറിയുടെ കാര്യം, മുന്നേറ മൊണ്ടേറോ എന്ന് പറയുന്ന റെഫറിയാണ്. വല്ലാത്തൊരു ജാതി പെർഫോമൻസ് ആയിരുന്നു മച്ചാൻ്റെ ഈ ഒരു മത്സരത്തിൽ പറയുകയാണെങ്കിൽ. ഒരുപാട് ഡിസിഷൻസ് റയൽ മാഡ്രിഡിനെതിരെ പോകുന്നു. ഇപ്പോൾ റയൽ മാഡ്രിഡ് ഓൾറെഡി ലാ ലീഗയ്ക്കും സ്പാനിഷ് റഫറീസിനും എതിരെ ഒരു ഓപ്പൺ വാറിലാണ്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ ഇപ്പോൾ ലാ ലീഗയിൽ ഈ സീസൺ മൊത്തം നോക്കിയാലും റഫറീസിൻ്റെ പെർഫോമൻസും ഡിസിഷൻ മേക്കിങ്ങും എല്ലാം വളരെ പൂറാണ്. സോ അതിലേക്ക് മറ്റൊരു എപ്പിസോഡ് കൂടി ആഡ് ആയിരിക്കുകയാണ് ഇപ്പോൾ. സോ മത്സരത്തിൽ തുടക്കം തന്നെ വിനീഷ്യസ് ഉൾപ്പെടുന്ന ഒരു ഹാൻഡ് ബോൾ സിറ്റുവേഷൻ ഉണ്ട്. അതിന് കാര്യമായ നടപടി റഫറിയുടെ ഭാഗത്ത് നിന്ന് വിയർച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കണ്ടില്ല. അതിനുശേഷം വിനീഷ്യസിനെ ഫൗൾ ചെയ്യുന്ന ബോക്സിൻ്റെ അടിച്ച് വെച്ച് വിനീഷ്യസിനെ ഫൗൾ ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. സോ അതും വളരെ സോഫ്റ്റ് ആയിട്ട് റഫറി ഡീൽ ചെയ്തു. ജൂഡ് ബെല്ലിംഗാമിനെ ഫൗൾ ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതുപോലെ കിലിയൻ എംബാപ്പേനെ ഇടിച്ചിടുന്ന സീക്വൻസ് ഉണ്ട്. ബോൾ എനിക്ക് സെക്കൻഡ് ഹാഫിൻ്റെ അവസാന സമയത്താണ് തോന്നുന്നത്, പന്ത് പുറത്ത് പോയതിനു ശേഷം ഒസസുന പ്ലെയർ, റയൽ മാഡ്രിഡ് പ്ലെയറെ 2 കൈ കൊണ്ട് പുഷ് ചെയ്ത് തള്ളി പ്ലെയർ ബാരിക്കേഡ് ചാടിക്കടന്ന് വീഴുന്ന സീക്വൻസ് ഉണ്ട്. പക്ഷെ അവിടെയും കാര്യമായ നടപടിയോ കാർഡോ ഒന്നും കണ്ടില്ല. സോ കളക്കുപരി 39ാമത്തെ മിനിറ്റ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ ആ ഒരു സിറ്റുവേഷനാണ് പറയാനുള്ളത്. ആൻഡ് അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഒരു പ്രകോപനം എന്ന് പറയുമ്പോൾ ഒരു ഡേഞ്ചറസ് ഫൗളിൻ്റെ പേരിലല്ല ജൂഡ് ബെല്ലിംഗാമിന് റെഡ് കാർഡ് കിട്ടിയത് എന്നുള്ളതാണ്. പ്ലെയർ റഫറി ആയിട്ട് എന്തോ മോശമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. പെട്ടെന്നാണ് റഫറിക്ക് ദേഷ്യം വന്ന് റഫറി ആ റെഡ് കാർഡ് ഉയർത്തി കാണിച്ചത് എന്നുള്ളതാണ്. സോ പിന്നീട് റിപ്പോർട്ട്സ് വന്നു, റഫറി പറയുന്നത് ജൂഡ് ബെല്ലിംഗാം തന്നോട് FU എന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്, ആ ഒരു പ്രയോഗം ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ജൂഡ് ബെല്ലിംഗാം പറയുന്നത് ഞാൻ F ഓഫ് എന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ് ജൂഡ് ബെല്ലിംഗാം പറയുന്നത്. പിന്നീട് റിപ്പോർട്ട്സൊക്കെ വരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ വന്നതിൽ കാണുമ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും പറയുന്നത് അത് F ഓഫ് തന്നെയായിരുന്നു. മേ ബി
സ്പാനിഷ് റഫറീസിന് ട്രാൻസ്ലേഷൻ ഇഷ്യൂസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതായിട്ട് പലവട്ടം കേട്ടിട്ടുണ്ട്. സോ അതിൻ്റെ മറ്റൊരു എപ്പിസോഡാണോ എന്നുള്ള കാര്യത്തിലുള്ള സംശയമുണ്ട്. എനിവേ ഇപ്പോൾ സ്പാനിഷ് റഫറിയുടെ ആ റിപ്പോർട്ട് അദ്ദേഹം ഫയൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ FU എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ റിപ്പോർട്ട് അദ്ദേഹം ഫയൽ ചെയ്യുന്നതെങ്കിൽ ഒരു 4 മത്സരം വരെ വേണമെങ്കിൽ ജൂഡ് ബെല്ലിംഗാമിന് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ജൂഡ് ബെല്ലിംഗാം പറഞ്ഞ കാര്യത്തിൽ അപ്പീലിന് പോകാനായിട്ട് റയൽ മാഡ്രിഡ് തീരുമാനിച്ചതായിട്ട് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ എന്താണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ കാര്യത്തിൽ ഈ ഒരു റഫറിങ് ഡിസിഷൻ്റെ കാര്യത്തിൽ അപ്പീലിന് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. സോ വളരെയധികം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് സ്പാനിഷ് റഫറീസിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം. ഒരുപാട് എല്ലാ ടീംസിനും ഇതേപോലെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ള ടീമുകൾ രംഗത്തേക്ക് വന്നു തുടങ്ങി ഈ ലാലിഗ റഫറീസിൻ്റെ പെർഫോമൻസും ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളെല്ലാം കുറിച്ച്. സോ ഒരു ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് സ്പാനിഷ് ഫുട്ബോളിൻ്റെ ഈ ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴും റയൽ മാഡ്രിഡ് ടോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡിനും അവിടെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു, അവിടെയും അവർക്ക് ഡ്രോയാണ് സംഭവിച്ചത്. സോ ഇപ്പോഴും റയൽ മാഡ്രിഡ് ടോപ്പിൽ തന്നെയാണ്. പക്ഷേ പിറകെ വരുന്ന ബാഴ്സയ്ക്ക് ഇനി മത്സരം കളിക്കാൻ വരുന്നുണ്ട്, റോയ വെലക്കാനായിട്ട് മത്സരം കളിക്കാൻ വരുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാഴ്സ ചിലപ്പോൾ മുകളിലോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി പോയിന്റ് വേരിയേഷൻ കാര്യമായിട്ട് വരില്ല, പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ മേ ബി വ്യത്യാസം കണ്ടെന്ന് വരാം. പക്ഷേ ഇതൊന്നും ലാലിഗ ടൈറ്റിൽ റേസിൻ്റെ അവസാനമായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും ഇഷ്ടംപോലെ മത്സരങ്ങൾ, അറൗണ്ട് 13-14 മത്സരങ്ങൾ ഇനിയും കളിക്കാനുണ്ട്. സോ ഇതൊരു എൻഡിങ് പോയിന്റ് ഒന്നും അല്ല, ടേണിംഗ് പോയിന്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ റഫറീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടോട്ടലായിട്ട് ചർച്ച നടക്കുന്നതിനിടയിലേക്ക് ഈ ഒരു എപ്പിസോഡും കൂടി വന്നത് ലാലിഗയ്ക്ക് ചിലപ്പോൾ തലവേദനയാവും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ശക്തമായൊരു പ്രതിഷേധം എന്തായാലും റയൽ മാഡ്രിഡ് അറിയിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ബട്ട് അറിയില്ല ലാലിഗ എങ്ങനെയാണ് അതിനെ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. സോ ലെറ്റ്സ് സീ. സോ ഈ പറഞ്ഞ മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആർസണലിലെ റയൽ മാഡ്രിഡിൻ്റെ മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.